ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിജു ലക്ഷ്മണൻ. നിങ്ങളീ കാണുന്ന സ്ഥലം നെല്ലിയാമ്പതിക്ക് പോകുന്ന ചെക്ക് പോസ്റ്റാണ്. പോത്തുണ്ടി ഡാമിനടുത്തുള്ള ചെക്ക് പോസ്റ്റ്. അത്യാവശ്യം അവധി ദിവസങ്ങൾ ഇവിടെ നല്ല തിരക്ക് തന്നെ ഉണ്ടാവാറുണ്ട്. വെക്കേഷൻ സമയത്ത് മിക്കവാറും അവധി ദിവസങ്ങളിൽ ഒരു 1000 വാഹനങ്ങളെങ്കിലും 1000 താഴെ വാഹനങ്ങളെങ്കിലും നെല്ലിയാമ്പതി എത്താറുണ്ട്. അതിൽ ഒട്ടുമിക്കതും വരും. വളരെ കുറച്ചെണ്ണം മാത്രമേ അവിടെ താമസിക്കും. രാത്രി അവിടുത്തെ താമസം അത്യാവശ്യം നല്ലൊരു വൈബ് തന്നെ ആയിരിക്കും. ഇവിടെ ചെക്ക് പോസ്റ്റിൽ ഒരു പുതിയൊരു ബിൽഡിംഗ് വന്നിട്ടുണ്ട്. സംയുക്ത ചെക്ക് പോസ്റ്റ് ആയതുകൊണ്ട് പോലീസിൻ്റെയും ഫോറസ്റ്റിൻ്റെയും സംയുക്ത ബിൽഡിംഗാണിത്. അതിമനോഹരമായ ഒരു ബിൽഡിംഗാണ്. അതിനടുത്ത് ഒരു കാളരൂപം, ഒരു കാളക്കൂട്ടിനെ നിർമ്മിച്ചിട്ടുണ്ട്. അതും അത്യാവശ്യം തന്നെ നല്ല ഭംഗിയുണ്ട്. നോക്കി, എന്ത് മനോഹരമായ ബിൽഡിംഗ് അല്ലേ! അത്യാവശ്യം നല്ല വൃത്തിയോടെ നല്ല ഭംഗി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. എന്തൊക്കെ തന്നെയായാലും ഈ ഫോറസ്റ്റ് ഏരിയ ആണെങ്കിലും ഒരു ടൂറിസത്തിൻ്റെ ആ ഭാഗങ്ങളിലും ആ പോകുന്ന വഴിയെങ്കിലും ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ ഒന്ന് മനോഹരമായിരുന്നു. നമ്മുടെ വഴിയോരം പൊതുയിടം എന്നും വൃത്തിയുള്ളതായിരിക്കണം എന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷെ അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ അത് നടത്തേണ്ടത് നമ്മുടെയൊക്കെ തന്നെ ചുമതലയും ആഗ്രഹമാണ്. അത് ആവശ്യമാണ്. എന്തുകൊണ്ട് നമുക്കത് കഴിയുന്നില്ല എന്നതിനെക്കുറിച്ച് നമ്മൾ ഇനിയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഫോറസ്റ്റ് ഏരിയ ആണ് എങ്കിലും ഈ ചപ്പുചവറുകൾ അടിച്ചു മാറ്റി അവിടെ നല്ലൊരു പോകുന്ന വഴി അതൊന്ന് ഭംഗിയാക്കി വെക്കുക. ഓരോ സ്ഥലങ്ങളും ഓരോ ഫോട്ടോ പോയിന്റ് ആക്കിയെടുക്കുകയാണ് വേണ്ടത്. നെല്ലിയാമ്പതി കേരളത്തിൽ തന്നെ സുപ്രധാനമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഇവിടെ ഇനിയും അവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ പല കാരണങ്ങളാൽ അത് ഫണ്ടൊന്നും അനുവദിക്കാതെ വളരെ പദ്ധതികൾ നീണ്ടു പോകുന്നു. ഈ പോകുന്ന വഴി ഡാമിന് മുകളിലേക്കുള്ള വഴിയാണ്. അവിടെ കുറച്ച് കാഴ്ചകളുണ്ട്. അതിമനോഹരമാണ്. ഡാം വ്യൂ, വെള്ളവശമില്ലെന്നെ. പക്ഷെ അവിടെ ചില മിനുക്കുപണികൾ ഇനിയും ചെയ്യാറുണ്ട്. അവിടെ ഒരു കുടയുണ്ട്. ആ കുടയാണ് അവിടെ ആശ്രയം ഇരിക്കാറുള്ളത്. മഴ വന്നാലും വെയിൽ നിൽക്കാനുള്ള ആശ്രയം. എങ്കിലും പുറത്ത് ഒരു ഗാർഡൻ ചെയറൊക്കെ ഒന്ന് വെക്കായിരുന്നു. ഗാർഡൻ ചെയർ വിളക്കുകാലൊക്കെ ഒന്ന് വെക്കായിരുന്നു. ഒരു വേസ്റ്റ് ബിൻ, ഒരു ആംബിയൻസ്, നല്ലൊരു ഓരോ ടൂറിസ്റ്റ് കേന്ദ്രവും നല്ല ആംബിയൻസ്, ഒരു ബുളവാർഡ്, ഒരു വാട്ടർ ഫ്രണ്ട്, റിവർ ഫ്രണ്ട് അതുപോലെ ആക്കിയെടുക്കുക. ഈ ഡാമിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കൂടാതെ ഒരു ബോട്ട് ഡാമിൽ ബോട്ട് സർവീസ് ആരൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. പക്ഷേ ഒരു പ്രശ്നം, ഇവിടുത്തെ ജലം കുറെ പഞ്ചായത്തുകൾക്ക് കുടിവെള്ളമായി ഉപയോഗിക്കുന്നുണ്ട്. അക്കാരണത്തിലായിരിക്കാം ചിലപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തത്. എങ്കിലും അത് വീണ്ടും വെക്കുകയാണെങ്കിൽ കുറെ തന്നെ ഗുണകരമാകും. ഒഴിവു ദിവസങ്ങളിൽ ഇവിടെ അത്യാവശ്യം തന്നെ നല്ല തിരക്കാണ്. പക്ഷെ ഇന്ന് അത്ര തിരക്കാണില്ല. ഇത് നോക്കുക, എന്ത് മനോഹരമായ കാഴ്ച! ഇത് ആ ഡാമിന്റെ മുകളിലോട്ടുള്ള പ്രവേശന കവാടമാണ്. പക്ഷെ അത് ഇവിടെ അടച്ചിട്ടിരിക്കുന്നു. അതൊക്കെ തുറന്നു കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിമനോഹരമായിരിക്കും. അതായത് ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നൽകണം. സെക്യൂരിറ്റി ഗാർഡുകൾ വെക്കണം. എങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യം എവിടെയും സമയം
സ്പെൻഡ് ചെയ്യാനും സമയം ചെലവഴിക്കാനും ഉള്ള സൗകര്യം അനുവാദം ഇവിടെ ഉണ്ടാവാം. നോക്കൂ, എന്ത് മനോഹരമായ ഡാമിന്റെ കാഴ്ച. അത്യാവശ്യം തന്നെ നല്ല വെള്ളമുണ്ട്, നല്ല മഴ കിട്ടിയാലും നല്ല വെള്ളമുണ്ട്. ഇത് ഞാൻ ജൂൺ മാസം അവസാനം എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നല്ല മഴയുടെ നല്ല വെള്ളം തന്നെ ഉണ്ട്. ജൂൺ എന്നത് 2025 ജൂൺ എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നല്ല വെള്ളം തന്നെ ഉണ്ട്. ആ കാണാൻ തന്നെ നല്ല നോക്കൂ, എന്ത് നല്ല വിഷ്വൽ ബ്യൂട്ടി, നല്ല മനോഹരമായ കാഴ്ച. ഇവിടെയൊക്കെ ജനങ്ങൾക്ക് തുറന്നു കൊടുത്ത് അവിടെ ഇരിക്കാനും അവിടെ സമയം ചെലവഴിക്കാനും കുട്ടികൾക്കുള്ള പല കാര്യങ്ങൾ ഇവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അതൊന്നും ഇതിവിടെ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? പലവിധ പ്രശ്നങ്ങളുണ്ടാവാം, എങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് നമുക്കിവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി എടുക്കണം. ഇത് മുന്നേ ഇല്ലായിരുന്നു, ഇതുപോലെ കൈവരികളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ പുനർനിർമ്മിച്ചതാണ്. നോക്കൂ, മനോഹരമായ കുട. ഇതിൻ്റെ അടുത്ത് ചെറിയ ഗാർഡൻ ചെയറൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ അതിമനോഹരമായിരിക്കും. ഓരോന്നും ഒരു ആംബിയൻസ്, ഓരോ പ്രദേശവും ഓരോ ആംബിയൻസ് ആക്കിയെടുക്കുകയാണ് ഇനിയുള്ള കാലത്ത് ചെയ്യേണ്ടത്. ഇവിടെ അധികം ആരും വണ്ടി പാർക്ക് ചെയ്യാറില്ല, വണ്ടി ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാറില്ല. കാരണം മറ്റു പല കാരണങ്ങളെ കൊണ്ടാണ്. എങ്കിലും മുകളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുകയാണെങ്കിൽ, വണ്ടി പോകരുതെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഒരുപാട് സഞ്ചാരികൾ ഇവിടേക്ക് വരുന്നുണ്ട്. അവർക്ക് പലരും നിരാശരായി മടങ്ങുന്നുമുണ്ട്. പിന്നെ ഈ പുല്ലൊക്കെ ചെത്തിമിനുക്കി നല്ല വൃത്തിയാക്കി എടുക്കുകയാണ് വേണ്ടത്. ഈ പുല്ല് അങ്ങനെ തന്നെ ഇടാതെ നല്ല വൃത്തിയാക്കി എടുക്കുക. കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു നല്ല ഈ ഇന്റർലോക്ക് വെച്ച് നല്ല ഭംഗിയാക്കി എടുക്കുക. ഇത് ഡാമിന്റെ ഒരു സൈഡാണ്, അതായത് ഗാർഡന്റെ സൈഡാണ്, സ്ലോപ്പ് ഏരിയ. ഇവിടേക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു വാക്കിംഗ് വേ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഞാൻ ഡാമിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ക്യാമറ ഉള്ളിലൂടെ എടുത്ത് ഒരു ഫോട്ടോസാണ്. പക്ഷെ എങ്കിലും വ്യക്തതയില്ല, എങ്കിലും എടുത്തു എന്ന് മാത്രം. നല്ല ഇവിടെ നിന്ന് ആ അറ്റം വരെ 1.5 കിലോമീറ്റർ ഉണ്ട്. 1.5 കിലോമീറ്റർ അത് തന്നെ നല്ലൊരു ദൂരം തന്നെയാണ്. ഞാനത് നടന്നിട്ടുണ്ട്, 1.5 കിലോമീറ്റർ വരെ നടന്നിട്ടുണ്ട്. അപ്പുറത്ത് ഇതിനെ വെച്ച് ഗംഭീരമായ കാഴ്ചയാണ് ആ ഭാഗത്ത്. പക്ഷേ പലരും അവിടേക്ക് പോകാറില്ല. അത് ഒറ്റപ്പെട്ട സ്ഥലമായ ഒറ്റപ്പെട്ട പ്രദേശമായി കിടക്കുന്നു. പക്ഷേ എങ്കിൽ ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാണ് എന്നും ഈ സമയം ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.